ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റംസാൻ ഡേ 4 ആണ്. അപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാൻ ഇട്ടിരിക്കുകയാണ്. ബാപ്പി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമദാൻ ഡേ 4 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ചോറാണ് ഇടത്തരത്തിന് കഴിക്കാൻ. 2 പേർ കൂടെ ഉള്ള ചോറ് ഇട്ടതാണ്. മീൻ കറി, മീൻ വറുത്തത്, പിന്നെ കടുക് മാങ്ങ അച്ചാർ ഒക്കെ ചോറ് കഴിക്കുക. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വൈകുന്നേരം കാണാം. റമദാനെല്ലാം ഒരുക്കുന്നതൊക്കെ കാണാം. ബൈ ഗൈസ്. ഇപ്പോൾ ഇറച്ചിക്കറി കിടക്കലായി. പിള്ളേരില്ല പിടിച്ചു തരാൻ. ഞാൻ പറഞ്ഞില്ല ഈ സമയമാകുമ്പോൾ പിള്ളേർ കാണത്തില്ല. ഇന്ന് വെറൈറ്റി ജ്യൂസാണ്. ഇന്ന് ഷാർജ ജ്യൂസാണ്. കാരണം ഇന്നും തണ്ണിമത്തനില്ലേ കുടിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഷാർജ ജ്യൂസ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അതിന് ഞാൻ പഴമൊക്കെ ഇവിടെ എടുത്ത് വെച്ചു. പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടിക്കുന്നുണ്ടാ. പാല് കട്ടിയാവാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഷാർജ ജ്യൂസ്. വിസിൽ വരാറായി. 3ാമത്തെ വിസിൽ. അടുത്തത് ഷാർജ ജ്യൂസിനുള്ള സമയമായി. അല്ലേ, പഴവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പഴവേ നമുക്ക് പൊളിച്ചിടാം. ആരുമില്ല ഗൈസ് ഇവിടെ. ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടെല്ലാം ഒരു കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാതെ പൊളിച്ചെടുക്കുന്ന ശ്രദ്ധയില്ല കേട്ടോ. ബൂസ്റ്റ് പൊട്ടിക്കണമെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ടിട്ട് ബൂസ്റ്റ് പൊട്ടിച്ചിടും. കട്ടിയാക്കാൻ വെച്ച പാല് കണ്ട കട്ടിയായിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ബൂസ്റ്റ് ഇടാം. ആണ് കുഴപ്പം. പൊട്ടിച്ച സൗണ്ടാണ്. തോനെയുണ്ട് 5 രൂപയുടെ ബൂസ്റ്റ് കേട്ടോ. 2 നേരമൊക്കെ എടുക്കാൻ തോന്നും നമുക്ക്. ജ്യൂസിന് പറ്റത്തില്ല. എങ്കിലും പിള്ളേർക്ക് പാലിനകത്തോ ചായക്കകത്തോ ഒക്കെ ഇട്ട് 5 രൂപയുടെ ബൂസ്റ്റാണ് നല്ലത്. പഞ്ചസാര എടുക്കും. പഞ്ചസാര
ബൂസ്റ്റിന് നല്ല മധുരം ഉണ്ട്. ഇതൊക്കെ മതി. അല്ലാത്ത ഇച്ചിരി കാച്ചി വെച്ച് പാലോട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടിച്ചെടുക്കാം. കുക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നു. മിക്സ് ചെയ്യണം. നോക്കാം ഗൈസ്. ഷാർജ ജ്യൂസ് എങ്ങനെയുണ്ട്? ഇടയ്ക്ക് സിങ്കിലോട്ട് പോകണ്ടായിരുന്നു ഫോൺ. ഞാനിത് ബാക്കി അടിച്ചു വെച്ചിട്ട് കാണിക്കാവേ. കാരണം ഒരു കൈ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഷാർജ ജ്യൂസ് റെഡിയായി. ഇത് പിള്ളേർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. കാരണം എന്തോ മധുരം ഇടാത്ത, പഞ്ചസാര ചേർക്കാത്തത് കേട്ടോ. ഇത് ഹെൽത്ത്, ഇത് പിള്ളേർക്ക് പിന്നെ മധുരം ഇല്ലാതെ പറ്റത്തില്ല. നമുക്കൊരു ഫ്രീസറിനകത്തോട്ട് കൊണ്ടുവെക്കാം. നല്ല തണുപ്പ് വേണം പിള്ളേർക്ക്. ഇക്ക ഇവിടെ നിന്ന് മുസമ്പി കട്ട് ചെയ്യുന്നു. ഹായ്. പിള്ളേരാരും വന്നില്ലല്ലോ. മോള് ട്യൂഷന് പോയി. മോനെവിടെ പോയിക്കാ? കൂട്ടുകാരൻ്റെ വീട്ടിൽ വരെ പോയി. ശരിയാ. അവിടുത്തെ കുഞ്ഞിനെയും കൊണ്ട് കണ്ണാശുപത്രിയിലെങ്ങാണ്ട് കാണിക്കാൻ പോയി. കൂട്ടുകാരൻ്റെ അനിയനെ കൊണ്ട്. കൂട്ടുകാരൻ അവിടെ ഇല്ല. നേരം അങ്ങോട്ട് പോയി. വരും കേട്ടോ. മതിയപ്പോ ഞാൻ ചായക്കും വെച്ചിട്ടുണ്ട്. പിള്ളേർ വരുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കാം. മോളിപ്പോൾ ഇനി വരും 5 മിനിറ്റിന്. ഷാർജ ജ്യൂസ് എവിടെ ആയിരുന്നു? ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്നട്ടാ ഇതെല്ലാം പിടിച്ചത്, അറിയാവോ? എല്ലായിടവും വീണ്. കുഴപ്പമില്ല, തുടച്ചാൽ മതി. സ്പൂണ് വെച്ചെങ്ങാനും കുരി വെച്ചാൽ മതിയായിരുന്നു. തുടച്ചാൽ മതി. ഓക്കെ. അപ്പം മുറിക്കാൻ ടൈമായി വരുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ട? ഒരു സാധനം ഉണ്ടെന്ന്, വെറൈറ്റി ചക്കച്ചോള. അപ്പം നോമ്പ് മുറിക്കാൻ സമയമായി. നോമ്പ് മുറിച്ചിട്ട് കാണാം. വാങ്ങ് പിടിച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നിട്ടുണ്ട്. നോമ്പ് തുറന്ന് ഏത്തക്കാപ്പം എത്രയായി? അപ്പോൾ നമ്മൾ നോയമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഒറോട്ടി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ ഒറോട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷീണമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നോക്കി ഭയങ്കര ക്ഷീണം കൊണ്ട് നേരത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് തുടർന്നുള്ള എല്ലാവരും നിൽക്കുക. അപ്പോൾ കാപ്പി കഴിച്ചു കഴിഞ്ഞു. നേരത്തെ ഫുഡ് നേരത്തെ കഴിച്ചിട്ടിരിക്കാൻ ക്ഷീണമൊന്നും വല്ലാത്ത ക്ഷീണമായി പോയി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. രഞ്ജു, ഇത് ചാറ്റ കൊടുത്തേക്ക്.